പത്മപുരാണം അനുസരിച്ച് ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പൂന്തോട്ടം സന്ദർശിക്കാൻ ദേവി പാർവതി ഭഗവാൻ ശിവനോട് അഭ്യർത്ഥിച്ചു. തന്റെ പത്നിയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ശിവൻ പാർവതി ദേവിയെ നന്ദനവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ദേവി പാർവതി കൽപ്പവൃക്ഷം എന്ന മരത്തെ കാണുകയുണ്ടായി. ആ വൃക്ഷം കൈലാസത്തിൽ കൊണ്ടുപോകണമെന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്രകാരം മഹാദേവൻ ആ മരം കൈലാസത്തിലേക്ക് കൊണ്ടുവന്ന് തന്റെ ഉദ്യാനത്തിൽ സ്ഥാപിച്ചു. കാലം കടന്നുപോയി. കൈലാസനാഥനും ഗണേശനും കാർത്തികേയനും അവരുടെ ജോലികളിൽ തിരക്കിലായി. ആ സമയം ദേവി പാർവതി ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നൊരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ദേവി ചിന്തിച്ചു. കൽപ്പവൃക്ഷം ഒരു ആഗ്രഹ പൂർത്തീകരണ വൃക്ഷമായതിനാൽ കൽപ്പവൃക്ഷത്തിന്റെ മുന്നിൽ തന്റെ മനസ്സിലെ ചിന്തകൾ പാർവതി ദേവി പ്രകടിപ്പിച്ചു. ദേവി പാർവതിയുടെ ആഗ്രഹം കൽപ്പവൃക്ഷം ഉടൻ നിറവേറ്റി. തൽഫലമായി മാതാ പാർവതിക്ക് ഒരു പെൺകുട്ടിയെ ലഭിച്ചു. ആ പെൺകുട്ടി കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അതേസമയം മഹാദേവൻ വരികയും ആ പെൺകുട്ടിയെക്കുറിച്ച് അമ്മ പാർവതിയോട് ചോദിച്ചു. ദേവി പാർവതി മുഴുവൻ സാഹചര്യവും പറഞ്ഞു. മഹാദേവൻ അമ്മയെയും മകളെയും സ്വീകരിക്കുകയും അമ്മ പാർവതി ആ സുന്ദരിയായ പെൺകുട്ടിയെ അശോകസുന്ദരി എന്ന് വിളിക്കുകയും ചെയ്തു. അശോകസുന്ദരിയുടെ ജനനത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.